നാരങ്ങ അച്ചാർ ദേ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളൂ. അപ്പൊ നമ്മളിവിടെ 2 കിലോ നാരങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുകയാണ് വേണ്ടുന്നത്. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കാന്താരിമുളകാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരണം. അപ്പം മൂക്കുന്നിടം വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതൊരു 4 സ്പൂണാണ് ചേർക്കുന്നത്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും വിനാഗിരിയാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് നാരങ്ങയാണ് ചേർക്കുന്നത്. നാരങ്ങ 1 മാസത്തോളം ഉപ്പിട്ട് വെച്ചിരുന്നിട്ടാണ് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ഉണ്ടാക്കുന്ന അച്ചാർ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വീട്ടാവശ്യത്തിനല്ല. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങാച്ചാറാണ്. നാരങ്ങ ചേർത്തതിന് ശേഷം ചെറുതീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. അതിനുശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.